ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ അതാ ഒരു കപ്പ് റേഷൻ അരിയും 2 സവാളയും കൊണ്ട് നല്ലൊരു അടിപൊളി ഡിന്നറും ലഞ്ചും ഒക്കെ നമുക്ക് തയ്യാറാക്കിയാലോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാമേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതാ ഇവിടെ ഒരു പാത്രം വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് നമുക്ക് അരി എടുക്കാം കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് വെള്ളവും കൂടെ വെച്ച് കൊടുത്ത് നല്ലോണം നമുക്കതൊന്ന് വേവിച്ചെടുക്കാമേ. അപ്പോൾ അരിയുടെ ആ ഒരു ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് നമുക്ക് അതിലേക്ക് വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും ഗ്രാമ്പും പെരിഞ്ചീരകവും ഒക്കെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതെല്ലാം ഇട്ട് കൊടുത്ത് ഒരു 3-4 കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് അരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാമേ. അരി നമ്മൾ എടുത്ത് ഒരു അരമണിക്കൂർ ഒന്ന് കുതിർത്തതിന് ശേഷമാണ് നമ്മളിതാ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അരി നല്ലോണം ഒന്ന് വെന്തതിന് ശേഷം വെള്ളമൊക്കെ മാറ്റി നമുക്കതൊന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഇതാ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കിസ്മിസും കാഷ്യൂ നട്ടും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെങ്കിൽ ചെയ്തോളൂ, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതാ കുറച്ച് കിസ്മിസും കാഷ്യൂ നട്ടും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് വറുത്ത് കോരി എടുക്കാമേ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കപ്പലണ്ടി കേട്ടോ, പച്ചക്കപ്പലണ്ടിയാണ്, അത് നെയ്യിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. അതൊന്ന് വറുത്ത് നമുക്ക് മാറ്റിയെടുക്കാമേ. ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഓപ്ഷനിലാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് നമുക്ക് അങ്ങ് ചെയ്യാം കേട്ടോ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വെജിറ്റബിൾസ്, ഇതിനൊക്കെ പകരം എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ. ക്യാരറ്റോ സോയയോ എന്തുണ്ടെങ്കിലും ആ വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കിസ്മിസും കാഷ്യൂ നട്ടും കുറച്ച് പച്ചക്കപ്പലണ്ടിയൊക്കെ ഇരുന്നുകൊണ്ട് അത് ആഡ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അത് കപ്പലണ്ടി റെഡിയായി, അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മീഡിയം സൈസ് സവാള അതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതും ഒന്ന് വറുത്ത് കോരി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ കുറച്ച് മസാല അങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഒരു ചെറിയ കഷ്ണം പട്ടയും ഗ്രാമ്പും അങ്ങനെ കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 മീഡിയം സൈസ് സവാള നീളത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് സവാളയുടെയൊക്കെ ഒന്ന്, അതായത് ചെറുതായിട്ട് ഒന്ന് കണ്ണാടി പരുവാവൂലേ, ആ ഒരു പരുവത്തിൽ നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അന്ന് സവാള ഒന്ന് വാടി കിട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമ്മൾ എടുക്കുന്ന അരിയുടെ അനുസരിച്ച് മസാലകൾക്ക് ഈ പൊടികൾക്കൊക്കെ വ്യത്യാസങ്ങൾ വരും കേട്ടോ. നമ്മൾ കൂടുതൽ എടുക്കുമ്പോൾ അതിനനുസരിച്ച് എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടിയൊക്കെ കൂടുതലൊന്ന് ആഡ് ചെയ്ത് കൊടുത്തോണേ. ഇനി കയ്യിലുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പൊടിയുടെയൊക്കെ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് നമുക്കിതാ 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല കട്ട തൈരങ്ങ് ഒഴിച്ചു കൊടുക്കാം. കൊടുത്ത് അതുകൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി ആ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിൽ വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാമേ. നമ്മൾ നേരത്തെ അരി വേവിച്ച സമയത്ത് നമ്മൾ ഉപ്പിട്ടിരുന്നു. ഇത് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ നല്ല നെയ്യൊക്കെ നല്ലോണം ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് ദം ചെയ്യുന്ന രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് അങ്ങ് ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കിയെടുത്താലും മതിയാവും കേട്ടോ. അതും സൂപ്പറായിരിക്കും. ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ദം ചെയ്യുന്ന രീതിയിൽ അങ്ങ് മാറ്റുകയാണേ. അപ്പോൾ ഇതാ കുറച്ച് കറി ഒന്ന് ആദ്യം വച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു ലെയറായിട്ട് നമ്മൾ കറി വെച്ച് കൊടുത്ത് വീണ്ടും നമ്മളിങ്ങനെ ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ദം ചെയ്തെടുക്കാമേ. ദം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ചിനായിട്ട് നമുക്ക് ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ കറിയും ടേസ്റ്റും എല്ലാം നല്ലോണം പിടിച്ചു വരും. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചോറിന് എടുക്കുന്നതിനനുസരിച്ച് കറിക്കും അതൊക്കെ ഒന്ന് കൂട്ടിയൊക്കെ എടുത്തോണം കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയില പുതിനയില ഉണ്ടെങ്കിൽ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്യുന്നില്ലേ. ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ചോറെല്ലാം വെച്ച് ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള
സവാളയും കപ്പലണ്ടിയും കിസ്മിസും കാഷ്യൂനട്ട് അതെല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാമേ. നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതങ്ങ് ദം ചെയ്യാനായിട്ട് മാറ്റാം കേട്ടോ. ദം ചെയ്യാനായിട്ട് ഞാൻ അടിയിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം വെച്ച് തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ആ പാത്രത്തിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ ദം വെച്ച് അതും കൂടെ അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാമേ. അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിതാ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. നെയ്യുടെയും എല്ലാത്തിൻ്റെയും കറിയുടെ ആ കൂട്ടിൻ്റെയൊക്കെ നല്ല മണമുണ്ട്. ഇനി നമുക്കതൊന്ന് സെർവ് ചെയ്താലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഇതേപോലെ നമുക്ക് എടുത്തങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് സൈഡായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പപ്പടമോ ഒരു അച്ചാറോ ഒരു സാലഡോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായി കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു ചെറുതായിട്ടൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എന്താ സാലഡ് സൈഡിലോട്ട് അങ്ങ് വെച്ച് കൊടുത്ത് നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടാൻ കേട്ടോ. അതുകൂടാതെ നമ്മൾ കയ്യിലുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ക്യാരറ്റോ ബീൻസോ എന്ത് നമ്മുടെ കയ്യിലുണ്ടോ അത് നമുക്ക് ഇതിലോടൊപ്പം തന്നെ നമുക്ക് ഇട്ട് കൊടുത്ത് വേവിച്ച് റെഡിയാക്കി എടുക്കാമേ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.